ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അക്ബർ ഖാൻ. ഗായകൻ എന്ന ലേബലിൽ ഷോയ്ക്കെത്തിയ അക്ബർ പാരഡി ഗാനങ്ങൾ കൊണ്ടും സ്പോട്ട് കൗണ്ടുകൾ കൊണ്ടും അതീവ ജനശ്രദ്ധ നേടി. ഫൈനൽ 5-ൽ ഇടം നേടി താരം ഫോർത്ത് റണ്ണറപ്പായാണ് ഷോയിൽ നിന്നും എവിക്റ്റായി പുറത്തു വന്നത്. ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് ഇന്നലെ കേരളത്തിൽ കാലുകുത്തിയ അക്ബറിനെ വൻ ജനാവലിയാണ് സ്വീകരിക്കാൻ എത്തിയത്. നോട്ടുമാലയും പൂച്ചെണ്ട പൂമാലയും ആരവങ്ങളും എല്ലാമായാണ് ജനങ്ങൾ അക്ബറിനെ സ്വീകരിച്ചത്. ഭാര്യ ഷെറിൻ ഖാനും അക്ബറിൻ്റെ കുടുംബവും ചേർന്നാണ് ഗംഭീര സ്വീകരണം ഒരുക്കിയത്. വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അക്ബർ. എയർപോർട്ടിലെത്തിയ അക്ബറിന് ഒരു വീഡിയോയ്ക്ക് ചർച്ചയാകുന്നത്. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന അക്ബറിനെ ഹഗ് ചെയ്യാനായി ഭാര്യ ഷെറിൻ അടുത്തേക്ക് ചെല്ലുന്നതും അത് ശ്രദ്ധിക്കാൻ നിൽക്കാതെ പിതാവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും അക്ബർ വീഡിയോയിലുള്ളത്. പൂച്ചെണ്ടുകളുമായി അടുത്തേക്ക് വന്ന ഭാര്യയെ അക്ബർ തട്ടിമാറ്റി നടന്നു പോകുന്നതായിരുന്നു. സംഭവം വൈറലായതോടെ അക്ബറിനെ വിമർശിച്ചാണ് കമൻറ്റുകൾ ഏറെയും. ഭാര്യ അത്രയേറെ അരികത്ത് വന്നു നിന്ന് സ്നേഹം പ്രകടിപ്പിച്ചിട്ടും അത് മനസ്സിലാക്കാൻ പെരുമാറാൻ ശ്രമിക്കാത്തതിനാണ് ബിഗ് ബോസ് താരത്തെ പ്രേക്ഷകർ വിമർശിച്ചത്. പാവം കുട്ടി അവളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കുന്നു എന്ന തരത്തിലാണ് കമൻറ്റുകൾ ഏറെയും. പാവം ഭാര്യ, ഇവനെന്താ ഈ കാണിക്കുന്നത്? ഭാര്യ അടുത്തു വന്നപ്പോൾ തട്ടിമാറ്റി. ഇങ്ങനെ ഒരു ഭർത്താവ് ഇനി എന്ത് വിലയുള്ളതും അവൾക്ക് സമ്മാനമായി കൊടുത്തിട്ടും കാര്യമില്ല. ഉമ്മയെയും ഉപ്പയെയും കെട്ടിപ്പിടിച്ചാൽ ഫാൻസ് കൂടുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും. അക്ബറിന് ഉമ്മയും വാപ്പയും കഴിഞ്ഞേ ഉള്ളൂ ആരും. അത് പല വീഡിയോകളിൽ നിന്നായി മനസ്സിലായി. സ്വന്തം ഭാര്യ അല്ലേ അത്, എന്നിട്ട് പോലും ഒരു മൈൻഡ് ചെയ്തില്ലല്ലോ. വൈഫിനെ അവോയ്ഡ് ചെയ്തത് ശരിയായില്ല. അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് പാവം ചമ്മിപ്പോയില്ലേ. ബിഗ് ബി ഹൗസിൽ ഉമ്മയും ഭാര്യയും വന്നു കണ്ടപ്പോഴും അക്ബർ ഉമ്മയെ മാത്രമാണ് കെട്ടിപ്പിടിച്ചത്. ആ പെണ്ണ് കുറച്ച് ടൈമൊന്നും അല്ലാതെ നിന്നു. ആ പെണ്ണിനെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ടു വാപ്പാനെ ഹക്ക് ചെയ്യാലോ. വാപ്പാക്കും പിടിച്ചു നിന്നിട്ട് പാവത്തിന് അവഗണനയാണ് കിട്ടിയത്. വാപ്പാനെ കണ്ടത് വെച്ച് ആദ്യം മൈൻഡ് ചെയ്ത ആളെ പരിഗണിക്കുക, ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നിങ്ങനെ നീളുന്ന കമൻറ്റുകൾ. ആളും ബഹളും ആരവുമായപ്പോൾ കണ്ണ് എല്ലാവരിലേക്കും എത്തിക്കാണില്ല. അക്ബർ മനഃപൂർവ്വം ഭാര്യയെ മൈൻഡ് ചെയ്യാതിരുന്നതിന് തരത്തിലും കമൻറ്റുകളുണ്ട്. അക്ബർ ഹൗസിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു നിന്ന് പിന്തുണച്ചത് ഭാര്യ ഷെറിൻ ഖാനായിരുന്നു. ഇരുവരുടെ വിവാഹത്തിൻ്റെ നിക്കാഹ് ചടങ്ങുകൾ കഴിഞ്ഞ ശേഷമാണ് അക്ബർ ബിഗ് ബിയിലെത്തിയത്. പുറത്തിറങ്ങിയ ശേഷം ഗ്രാൻഡായ വിവാഹം റിസപ്ഷനും ഉണ്ടാകുമെന്നും എല്ലാവരെയും ക്ഷണിക്കുമെന്നും അക്ബർ പലപ്പോഴും പറഞ്ഞിരുന്നു. ബിഗ് ബോസ് പോയ ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിയ ഒരാളും അക്ബർ ആയിരുന്നു. വില്ലൻ പരിവേഷമാണ് അനു അടക്കമുള്ളവർ ചേർന്ന് അക്ബർ നൽകിയിരിക്കുന്നത്. ഹൗസിലായിരുന്നപ്പോഴും തൻ്റെ കുടുംബത്തിന് സൈബർ ബുള്ളിങ് കിട്ടുമെന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അക്ബറിന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.